അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദുരന്ത നിവാരണം അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്ന ടോപ്പിക്കാണ്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയായിരുന്നു. പെട്ടെന്ന് ഒരു റിവിഷൻ പോലെ പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് എടുത്തത്? ഒന്ന്, ദുരന്ത നിവാരണം എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും അത്യാപത്തുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കാനൊക്കെ ആയിട്ട് അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അവർക്ക് സർട്ടൻ പവർ കൊടുക്കാനൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത നിയമമാണ് ദുരന്ത നിവാരണ നിയമം. അപ്പൊ എന്താണ് ദുരന്തം എന്നൊക്കെ പറഞ്ഞായിരുന്നു, അതൊന്ന് വീണ്ടും നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിന് കൂടുതൽ 3 ഘട്ടങ്ങളുണ്ട്. ദുരന്ത നിവാരണ പരിവൃത്തി ഘട്ടങ്ങൾ. ഒന്ന് ദുരന്ത പൂർവ്വഘട്ടം, പിന്നെ ദുരന്ത സമയഘട്ടം, ദുരന്താനന്തര ഘട്ടം. അപ്പൊ ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടം, ആ സമയത്തുള്ള ഘട്ടം, പിന്നെ അതിന് ശേഷമുള്ള ഘട്ടം. അതുപോലെ തന്നെ ദുരന്തങ്ങളുടെ അനശ്വര ഫലങ്ങളെ നമ്മൾ പ്രാഥമികം, ദ്വിതീയം അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. പ്രാഥമികം എന്ന് പറയുമ്പോൾ അത് വന്നു ചേരുന്നത്, അപ്പൊ എക്സാമ്പിൾ ഒരു പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രളയം സംഭവിക്കുന്നതാണ് പ്രാഥമികം. ദ്വിതീയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് വീടുകൾ നശിക്കുക, മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക, അതാണ് ദ്വിതീയ ഘട്ടത്തിൽ വരിക. പിന്നെ പ്രളയത്തിന്റെ പ്രത്യാഘാതമായിട്ട് നദി ദിശ മാറി ഒഴുകുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് തൃതീയ ഘട്ടം അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്നൊക്കെ പറയാവുന്നത്. പിന്നെ നദി ഒഴുകുന്ന ഒരു ഡയറക്ഷൻ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ ഒഴുകും. അപ്പൊ അത് പിന്നീട് ആ ഒരു സ്ഥലത്തിന്റെ ഭൂപ്രകൃതിയെയും മറ്റ് ആവാസ വ്യവസ്ഥയൊക്കെ ബാധിക്കുന്നതാണ്. ഇനി ദുരന്ത നിവാരണത്തിന് പ്രത്യേകിച്ച് ചില ഘട്ടങ്ങളുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, കാരണം ഇത് ചോദിച്ചിട്ടുള്ള എന്താണ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. അത് ശരി. അപ്പൊ നിങ്ങൾ എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയാണ് അല്ലേ? ഒരാള് പറഞ്ഞു നന്നായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ദുരന്തങ്ങളുടെ അനശ്വരഫലങ്ങൾ നമ്മൾ പ്രാഥമികം, തൃതീയം എന്ന് എഴുതി. പിന്നീട് വരുന്നതാണ് ദുരന്ത നിവാരണ ഘട്ടങ്ങളാണ്. അതിൽ വരുന്ന ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് ഇതൊരു ഇച്ചിരി ഡ്രൈ ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ കേട്ടോണ്ട് ഇരുന്നിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഇത് പഠിക്കാനായിട്ട് എന്താ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, റിപ്പീറ്റഡ് ആയിട്ട് ഇത് വായിക്കുക. വേറെ ഒന്നും മനസ്സിലാക്കാനില്ല, ആകെ കൂടി ഒരു നിയമം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, അതിലൊരു ചെയർമാൻ ഉണ്ട്, അത് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അത് നാഷണൽ, അതായത് രാജ്യത്തിന്റെ ആ ഒരു തലത്തിലുണ്ട്, പിന്നെ വരുന്ന സ്റ്റേറ്റ് തലത്തിലുണ്ട്, സെൻട്രൽ, സ്റ്റേറ്റ്, പിന്നെ ഡിസ്ട്രിക്ട്. ഈ 3 തലത്തിലായിട്ട് ഇത് എക്സിക്യൂഷൻ ചെയ്യുന്നത്. അത് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ പോണത്. അപ്പൊ ദുരന്ത നിവാരണം നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം എങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പ് എന്ന് മനസ്സിലാക്കുക. ഒന്നൊരു നിയമം, ദുരന്ത നിവാരണ നിയമം, അത് വരുന്നുണ്ട്. അതിന്റെ ബേസിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓരോ തലത്തില് അതിന്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ടാണ് ഈ അതോറിറ്റി ഫോം ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ പ്രവർത്തനങ്ങൾ എക്സിക്യൂഷൻ ചെയ്യുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു ഹെഡ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് സർട്ടൻ പവറുകൾ, കാര്യങ്ങളുണ്ട്. അത് ഈ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ആ പവർ വരുന്നുള്ളൂ. അല്ലാതെ ഡെയിലി ലൈഫിൽ ഇവർക്ക് ഇതിനുള്ള അധികാരം ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ദുരന്തം, ഓരോ ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രളയം, പിന്നെ ഉരുൾപൊട്ടല്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, അതിന് കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറെ ഉണ്ട് കാര്യങ്ങള്, ഏതിന്ന് ചോദിക്കുന്നൊന്നും പറയാനും പറ്റത്തില്ല, അങ്ങനെ ഒരു ടോപ്പിക് ആയിപ്പോയി. അപ്പൊ എല്ലാവരും ഒന്ന് സഹിച്ചിരിക്കുക, 2 or 3 തവണ വായിക്കുക. അതാണ് ഇതിനൊരു പ്രതിവിധി ഉള്ളൂ ഇത് പഠിക്കാനായിട്ട്. ഇത് കോഡും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടിക്കോളും. അത് വായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ വിജയം. അല്ലാണ്ട് ഇത് പഠിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ സാറേ എന്നൊക്കെ ചോദിച്ചു, ഇത് കുറെ ഉണ്ട്, ചവറ് ടോപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ഒരു മാർക്ക് എന്തൊക്കെയായാലും ഇതിൽ നിന്ന് ചോദിക്കും. കാരണം ഇത്രയും വലിയൊരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെ അവർക്ക് ഇടാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും പഠിച്ചാലാണ് ഒരു മാർക്ക് കിട്ടുക. അത് ആ ഒരു ഫാക്ട് ഉൾക്കൊള്ളുക.
അല്ലാണ്ട് അതിൽ വേറെ ഈ നിവൃത്തിയില്ല. സുപ്രധാന നിയമങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. എല്ലാം ഒന്നും ഇങ്ങനെയല്ല, ചിലതൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആദ്യം എടുത്ത് തീർക്കണത്. നിങ്ങൾ റിവിഷൻ മസ്റ്റ് ആണ്. PSC ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇത് എടുത്ത ടോപ്പിക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം. ഒരു ദിവസം പോലും എന്താ പറയാ തൊട്ടു മുമ്പ് പഠിച്ചത് ഓർക്കാണ്ടിരിക്കരുത്. അപ്പൊ എങ്ങനെയാ സാറേ അത് കുറെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർക്കുന്നവനാണ് വിജയമുള്ളൂ. അപ്പൊ പഠിച്ച് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ ഒരു നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങളുടെ റിവിഷൻ എങ്ങനെയായിരിക്കണം. ആ റിവിഷൻ പ്രോപ്പർ ആയവന്റെ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ, അത് പക്കയാണെന്നുണ്ടെങ്കിൽ, റിവിഷൻ നിങ്ങളുടെ പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറാം. സിലബസ് ഒക്കെ കുറെ പേരൊക്കെ കംപ്ലീറ്റ് ആക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അത് നമ്മളെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് നിങ്ങളുടെ മാർക്ക് പോവാനായിട്ട് നമ്മൾ അറിയും. നമ്മൾ വായിച്ചിട്ടുണ്ട്, സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അത് നമ്മൾ അറ്റൻഡ് ചെയ്യും, അങ്ങനെ മാർക്കും പോകും. അതാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ പഠിക്കാനിട്ടോ എടുക്കാനിട്ടോ ഒന്നുമല്ല, നമ്മളെ റിവിഷന്റെ പോരായ്മയാണ്. കൂടുതൽ സമയം നിങ്ങൾ പഠിക്കാനായിട്ട് കണ്ടെത്തുക. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, സമയം പോകുന്നു. അപ്പോൾ എന്താണ് ഘട്ടങ്ങൾ പറഞ്ഞു. പ്രീ ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ. പ്രീ ഡിസാസ്റ്റർ എന്ന് ദുരന്തത്തിന് മുമ്പേ, ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം, റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഉറക്കത്തിൽ ഭൂമി ഉലുക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ പെട്ടെന്ന് എന്തായിരിക്കും, നമ്മൾ എണീറ്റ് മാറുക, ഒരു തുറസായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക, പിന്നെ എമർജൻസി നമ്പറിൽ കോൾ ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം സംഭവിച്ചതിന് ശേഷം, അതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ. അതിനുശേഷം എന്ത് ചെയ്യാണ്, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യും. പിന്നീടാണ് ബോധോദയം ഉണ്ടാവുക, എന്താണ് ഇനി ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ ലഘൂകരിക്കാനുള്ളതും അത് തടയാനുള്ളതും അതിന്റെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളതും അതെങ്ങനെ റിഡക്ഷൻ ചെയ്യാന്നുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കാന്നുള്ള ഒരു ബോധോദയം വരിക. അത് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യം അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിരിക്കും. അതാണ് അടുത്ത എന്താ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇത് ഓർഡർ തെറ്റിച്ച് ചോദിക്കാം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഈ ദുരന്തം നിവാരണം ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ചില കോൺഫറൻസുകളാണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചോദിക്കാൻ ചാൻസ് ഇല്ല. അടുത്തത് പിന്നെ ദുരന്ത നിവാരണത്തിനായിട്ട് എന്താണ് UN-ന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് UNDRR. അതൊന്ന് ഓർത്തു വെച്ചേക്കുക, UNDRR. അത് ചിലപ്പോൾ ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. എന്താണ് ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. യുണൈറ്റഡ് നാഷൻ എന്താണ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇത് എന്നാണ് ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1999-ലാണ്, 1999 ഡിസംബറിലാണ് ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. UNDRR-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴും UN റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനകളുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാറുണ്ട്. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇത് ചോദിക്കാനായിട്ട് ഒരു ചാൻസ് ഉള്ള പോയിന്റ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. UNDRR, യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഹെഡ് ഓഫീസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനീവ, സ്വിറ്റ്സർലാൻഡ്. എന്നാണ് ഫോം ചെയ്തത്, 1999 ഡിസംബറിലാണ്. ഇനി നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് NCDM സ്ഥാപിതമായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1995-ലാണ്. പിന്നീട് ഈ സ്ഥാപനമാണ് പിന്നീട് നാഷണൽ എന്താണ് NIDM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് മാറിയത്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 ഓഗസ്റ്റ് 11-നാണ്. 2004 ഓഗസ്റ്റ് 11-നാണ്. നമുക്ക് അത്ര അങ്ങ് ഇമ്പോർട്ടന്റ് അല്ല. നമ്മളൊക്കെ ചോദിക്കുന്നത് ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് എന്ന് തന്നെയാണ് ചോദിക്കുള്ളൂ. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005-ലെ എന്നാണ് ആർട്ടിക്കിൾ 42-ലാണ് NIDM-നെ കുറിച്ച് പറയുന്നത്. 2005-ലെ ദുരന്ത നിവാരണ നിയമത്തിലെ ആർട്ടിക്കിൾ 42-ലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റി പറയുന്നതെന്നും കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പൊ എന്നാണ് NIDM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 ഓഗസ്റ്റ് 11-നാണ്. സോ ഇതിന്റെ ഒരു പ്രാതിനിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ ആർട്ടിക്കിൾ 42-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പൊ NIDM എന്താണെന്നും കൂടി ഓർത്തു വെച്ചേക്കുക, എന്നാണ് ഫോം ചെയ്തതെന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാൻ 100% ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ നിയമം നമുക്ക് പഠിക്കാനുള്ളതുമാണ്. സോ ഇതിൽ ഓരോ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. ആ ഡേറ്റുകൾ പഠിച്ചു വെക്കുക. എന്തിനു വേണ്ടിയാണ് ഈ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തങ്ങളെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത്
ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുത്തിയത്. അതിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാണ് രാജ്യസഭ പാസാക്കിയത്? നവംബർ 28, 2005. ലോകസഭ പാസാക്കിയത് ഡിസംബർ 12. ഇത് പഠിച്ചു വെക്കാൻ എളുപ്പ, 12 ഓർത്തു വെച്ചേക്കുക. പിന്നെ പ്രസിഡന്റ് ഫോം ചെയ്ത, അതായത് സൈൻ ചെയ്ത ഡേറ്റ് തന്നെയാണ് ഈ നിയമം നിലവിൽ വന്നതും. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്നും കൂടി ഓർത്തു വെച്ചേക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്നും കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഈ ഒരു നിയമത്തില് ആകെ അധ്യായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 11 അധ്യായങ്ങളും 79 വകുപ്പുകളും ഉണ്ട്, സെക്ഷൻസും ഉണ്ട്. ഓക്കെ, അതും ഒന്ന് അറിഞ്ഞിരിക്കുക. എത്ര വകുപ്പുകൾ അല്ലെങ്കിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ഒരു ചിലപ്പോൾ ചോദ്യം ചോദിക്കുക. 10, 11, 12, 13, 11 അധ്യായങ്ങളാണ്. 11 അധ്യായങ്ങളും 79 വകുപ്പുകളുമാണ് ഈ ഒരു നിയമത്തിന്, ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന് ഉള്ളത്. എന്നാണ് ഫോം ചെയ്തത്? 2005 ഡിസംബർ 23 പ്രസിഡന്റ് സൈൻ ചെയ്തതോടുകൂടി ഇതിന് ആ നിയമം നിലവിൽ വരികയായി. അന്നേ ദിവസം തന്നെയാണ് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫോം ചെയ്തത്, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് അതിന് കിട്ടുന്നതും. ഇനി NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ്, അതിന്റെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ നിയമം മൂലം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയാണ്, സംഘടന എന്നല്ല, ഒരു ലീഗൽ ബോഡിയാണ് എന്ത്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. സോ അതിലെ അംഗങ്ങൾ നമ്മൾ UPSC അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സ്ഥാപിച്ചത്. സോ അതിലെ അംഗങ്ങൾ എത്രയാണ്? ഒരു ചെയർപേഴ്സണും 9 അംഗങ്ങളുമാണ്. മൊത്തം 10 പേരാണെന്ന് ഓർത്തു വെച്ചേക്കുക. സോ അതിൽ ചെയർപേഴ്സൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമന്ത്രിയാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ പ്രസിഡന്റ് തരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിമാര് തരും. ഓർക്കുക, ഇതിന്റെ ചെയർപേഴ്സൺ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം തന്നെയാണ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ചെയർപേഴ്സൺ ആക്ച്വലി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ കൂടി ഇദ്ദേഹമാണ് എന്ത്? എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അതായത് ഇതിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുക, കാര്യങ്ങളൊക്കെ ഇതാണ് ചെയ്യുക. മറ്റംഗങ്ങളെ ചെയർപേഴ്സൺ നാമനിർദ്ദേശം ചെയ്യുന്നു. ഇതിൽ ഒരാളെ എന്ത് ചെയ്യാം? വൈസ് ചെയർപേഴ്സൺ ആയി നിയമിക്കാം. അപ്പൊ ഈ വൈസ് ചെയർപേഴ്സൺ ആണ് എന്താ കാര്യങ്ങൾ, ഇദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അപ്പൊ ചെയർപേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി. എത്ര അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര്, ഒരു ചെയർപേഴ്സൺ, മറ്റു 9 അംഗങ്ങൾ. ആ 9 അംഗങ്ങളിൽ ഒരാളെ എന്ത് ചെയ്യാം? വൈസ് ചെയർപേഴ്സൺ ആക്കി ചെയർപേഴ്സണ് നിയമിക്കാം. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അതേ പഠിക്കാനായിട്ട് ഒരു മാർഗമുള്ളൂ. അല്ലാതെ നമ്മൾ കുറുക്കു വഴിയൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. ഇത് ഇച്ചിരി വലിയ നിയമമാണ്. അപ്പൊ നമ്മളത് എന്താ പറയുക, ഒരു എസ്സേ എങ്ങനെയാ നമ്മൾ പഠിക്കാറ്? 2-3 തവണ വായിക്കുക, അതിലെ പോയിന്റുകൾ റിമെമ്പർ ചെയ്യുക. ഒരു 3 തവണ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഇത് ഓക്കെ ആവും, നിങ്ങൾക്ക് ഓക്കെ ആവും. ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചോ. 3 തവണ വായിക്കണം കേട്ടോ, 3 തവണ. അതിപ്പോ ഞങ്ങൾക്ക് അറിയാവുന്നല്ലേ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വായിക്കാം 3 തവണ, അപ്പൊ ഓക്കെ ആയിക്കോളും. ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി കൂടിയാണ് ഏത്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പോ ഇതെങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് എന്ത്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത്. എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് വെച്ചുമ്പോൾ ഈ നിയമത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് എന്ത് ചെയ്തേക്കണേ? ഈ ഓർഡർ പുറപ്പെടുവിച്ചേക്കണേ. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് സ്ഥാപിതമായത്, അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നാണ് സ്ഥാപിതമായത് എന്ന് വെച്ചാൽ 2005 മെയ് 30. അപ്പൊ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 2005 ഡിസംബർ 23. ഇത് 2005 മെയ് 30. കാരണം നിയമം വന്നതിന് മുന്നേ എന്ത് സ്ഥാപിച്ചായിരുന്നു? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതാണ് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ആണ് എന്ത് സ്ഥാപിതമായത്? NDMA സ്ഥാപിതം. അപ്പൊ ഓർത്തു വെച്ചേക്കുക, നിയമത്തിന് ശേഷം ഡേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിപ്പോവും. നിയമം നിലവിൽ വന്നത് ഡിസംബർ ആണ്. അല്ല, സോറി, ആദ്യം ഇത് തന്നെ നിയമം പിന്നീടാണ് വന്നത്, പിന്നെ ബോഡിയാണ് വന്നത്. അപ്പൊ ഓർക്കുക, 2005 മെയ് 30 മാനേജ്മെന്റ് അതോറിറ്റി വന്നത്. അത് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് വന്നത്. അപ്പൊ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചാണ് എന്ത്? കണ്ടോ, നോക്കുക, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചതാണ് പ്രസിഡന്റ്. ഈ നിയമം നിലവിൽ സൈൻ ചെയ്തതിനോട് കൂടിയിട്ടാണ് ഈ NDMAക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചതെന്ന് ഓർക്കുക. അപ്പൊ എന്താണ്? കേട്ടില്ല രംഗീഷേ.
ആർക്കെങ്കിലും കേട്ടായിരുന്നോ? സ്ക്രീൻ സ്ക്രീൻ കാണുന്നില്ല എന്നാണോ പറഞ്ഞേ? അതെ അതെ അതെ. ഒന്നോടെ ഞാൻ ഷെയർ ചെയ്യാവേ. എല്ലാവർക്കും പ്രശ്നമുണ്ടോ? എനിക്ക് മറ്റേ വോയിസ് കേൾക്കുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. രംഗീഷ് ഓക്കെ ആയോ? എനിക്ക് കാണുന്നില്ല സാറേ. ഒരു മിനിറ്റ്, ഞാൻ റീജോയിൻ അടിച്ചു. ആണോ? റീജോയിൻ ഒന്ന് ചെയ്ത് നോക്കാം. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സർ, കാണും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്യുക. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ്, അതായത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോട് കൂടിയാണ് ഇതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ എന്താ? ഒരു നിയമം മൂലം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കാണ് എന്താ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പൊ റെഡി ആയല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ ചോദിക്കും. വൺസ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അത് 2005 മെയ് 30-നാണ് അതോറിറ്റി ഫോം ചെയ്തതെങ്കിലും അതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഡിസംബർ 23-ന്. ഈ രണ്ട് ഡേറ്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു നിയമം പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് നിങ്ങൾ ആകെക്കൂടി ഇതിലെ എന്താണ് ഒരൊറ്റ പേജിൽ നിങ്ങൾ ഇതിന്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള ഡേറ്റും NDMA മെമ്പേഴ്സ്, SDMA മെമ്പേഴ്സ്, DDMA ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചെറിയ നോട്ടേ ആവശ്യമുള്ളൂ. പിന്നെ ഇത് നിങ്ങൾ 3 പ്രാവശ്യം വായിക്കുക. അപ്പൊ അതിലെ ഇവരുടെ കുറെ ചുമതലകളൊക്കെ വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും എന്ത് ചെയ്യും അല്ലെ? കൈമയും മറന്നിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. അത്തരത്തിലുള്ള പിന്നെന്താണ് റിസ്ക് ഉള്ള ഭാഗത്തേക്ക് ആൾക്കാരുടെ സഞ്ചാരം തടയുക, അതിനുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരും ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള നേവി, പോലീസ് ഇവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ അതൊക്കെ തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ വരുന്നത്? ന്യൂഡൽഹിയിലാണ്. ഹെഡ് ന്യൂഡൽഹിയിലാണ് വരുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങളാണ് എന്ത്? നയവും പദ്ധതികളും ദുരന്ത ലഘൂകരണം. ഇതും ചോദിച്ചു വെക്കും കേട്ടോ. ഇതിന്റെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങൾ എന്തൊക്കെയാണ്? NDMA പ്രധാന 5 വിഭാഗങ്ങൾ: നയവും, പോളിസീസ് ആൻഡ് സ്കീംസ്, പദ്ധതികൾ; ദുരന്ത ലഘൂകരണം, അതായത് റിസ്ക് റിഡക്ഷൻ; പിന്നെ പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും, കമ്മ്യൂണിക്കേഷൻ അല്ലെ? ജനങ്ങൾക്ക് അത് എന്ത് ചെയ്യണം? ഈ ദുരന്തത്തെ കുറിച്ച് മുന്നറിയിപ്പുകളും പിന്നെ എന്താണ് സുരക്ഷാ നടപടികളും അതിന്റെ കാര്യങ്ങളെല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ കൺവേ ചെയ്യണം. പിന്നെ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അല്ലെ, ഈ റെസ്ക്യൂ ടീമിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. പിന്നെ ധനകാര്യം, ഇത് എല്ലാത്തിനും പൈസ ചെലവുള്ള പരിപാടിയാണ് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് എന്ത് ഈ ദുരന്ത NDMA ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങൾ. ഈ 5 വിഭാഗങ്ങളാണ് ഇതിന്റെ എല്ലാ ഓപ്പറേഷൻസും എന്ത് ചെയ്യുന്നത്? കോർഡിനേഷൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ പദ്ധതികളും നയവും പദ്ധതികളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദുരന്തം എങ്ങനെ കുറയ്ക്കാം, അതിനെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. പിന്നെ പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും, ഇതിന്റെ പ്രവർത്തനങ്ങളെയും മറ്റ് ആശയവിനിമയങ്ങളെയൊക്കെ കോർഡിനേഷൻ ചെയ്യുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എന്തുണ്ട്? ശേഷി വർദ്ധിപ്പിക്കുക. അതായത് ശേഷി വർദ്ധിപ്പിക്കുക ഇൻ ദ സെൻസ് എന്താണ്? ഇവരുടെ റെസ്ക്യൂ സംവിധാനങ്ങൾ, അതിന്റെ ആൾക്കാര്, ഇത്തരത്തിലുള്ള എന്തും അല്ലെ? അപ്പൊ ആ ഒരു ദുരന്തം നേരിടാൻ സാധിക്കുന്ന എന്ത് ടെക്നിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ പവറോ മറ്റെന്തും ആയിക്കോട്ടെ, അതെല്ലാം ഇതിന്റെ ശേഷിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നീട് വരുന്ന ഇതിന്റെ സാമ്പത്തിക ചെലവ്, അത് കോർഡിനേഷൻ ചെയ്യാനായിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 5 മെയിൻ വിഭാഗങ്ങളാണ് NDMA ഉള്ളത്. ഇനി ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രസിഡന്റ് തരും. എല്ലാവരും പ്രസിഡന്റ് പോയിട്ട് കൈകൊട്ടും, ഓപ്ഷൻ എന്ത് ചെയ്യും? കറുപ്പിച്ചിട്ട് പോരും. കാരണം പ്രസിഡന്റ് അല്ല ഏറ്റവും വലിയ രാഷ്ട്ര തലവൻ. അപ്പോൾ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണല്ലോ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പ്രസിഡന്റ് സെലക്ട് ചെയ്യാൻ പോകും. പക്ഷെ അല്ല, കേന്ദ്ര മന്ത്രിസഭയാണത് പ്രഖ്യാപിക്കുക. കേന്ദ്ര മന്ത്രിസഭയാണെന്ന് പിന്നെയും ഓർക്കുക. നിങ്ങളത് തെറ്റിക്കരുത്, പോയി തെറ്റിക്കാൻ നിൽക്കരുത്. അപ്പൊ
കേന്ദ്ര മന്ത്രിസഭയാണ് ഒരു ദുരന്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക. പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഒന്നുമല്ല, കേന്ദ്ര മന്ത്രിസഭയാണ്. ഓക്കെ, ഇനി ദേശീയ ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, കാര്യം അവർ മാനേജ് ചെയ്യുമെങ്കിലും ഇത് എക്സിക്യൂഷൻ ചെയ്യുന്നത് മറ്റൊരു സമിതിയാണ്. അതിനെയാണ് ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി. അപ്പൊ നാഷണൽ ഡിസാസ്റ്റർ എക്സിക്യൂഷൻ കമ്മിറ്റി എന്നാണ് അതിനെ പറയാ. നാഷണൽ ഡിസാസ്റ്റർ എക്സിക്യൂഷൻ കമ്മിറ്റി എന്നാണ് ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയെ പറയുന്നത്. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് ഈ കാര്യനിർവഹണ സമിതി പ്രവർത്തിക്കുന്നതെന്നും കൂടി ഓർക്കുക. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിൽ സഹായിക്കുക എന്നതാണ് ഈ കാര്യനിർവഹണ സമിതിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. NDMA പദ്ധതികളെ ഫലപ്രദമായിട്ട് എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യനിർവഹണ സമിതിയുടെ കർത്തവ്യം. ഇനി ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ദുരന്ത നിവാരണത്തിന്റെ ഭരണപരമായ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെയോ മന്ത്രാലയത്തിന്റെയോ വകുപ്പിന്റെയോ ചുമതലയുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു സെക്രട്ടറി, പർട്ടിക്കുലർലി ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. അതായത് എക്സിക്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് IAS തലത്തില് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന്റെ ഭരണപരമായ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രാലയത്തിന്റെയോ വകുപ്പിന്റെയോ ചുമതലയുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. അപ്പോ ഓർത്തു വെച്ചേക്കുക, ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ സെക്രട്ടറി ആണ്. അവർക്ക് ഏതിന്റെയൊക്കെ ചാർജ് ഉള്ള ദുരന്ത നിവാരണത്തിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെയോ ദുരന്ത നിവാരണത്തിന്റെ നയമായിട്ട് വരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും മന്ത്രാലയത്തിന്റെയോ മറ്റു ചുമതലകളോ ഉള്ള ഒരു സെക്രട്ടറി ആയിരിക്കും ചെയർപേഴ്സൺ. ഇപ്പൊ അജയ് ഭല്ലയാണ് നിലവിലെ സ്റ്റേറ്റ് നാഷണൽ ഡിസാസ്റ്റർ എക്സിക്യൂഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അജയ് ഭല്ലയാണ്. ഓർത്തു വെച്ചേക്കുക, അജയ് ഭല്ലയാണ്. ഇനി മറ്റംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന മറ്റംഗങ്ങൾ എന്ന് പറയുമ്പോൾ പല മേഖലകളിൽ നിന്നുള്ളവരാണ്. കാരണം ഒരു ദുരന്തം പല മേഖലകളിൽ നിന്നായിരിക്കും വരിക, അല്ലെ? ഇപ്പൊ നമുക്ക് കൃഷിയായിട്ട് എന്ന് പറയുമ്പോൾ പ്രളയം വരാം, ആണവോർജം എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തകർന്നുണ്ടാവുന്ന ഒരു ദുരന്തമായിരിക്കാം. പിന്നെ ഡിഫൻസ്, പ്രതിരോധം, കുടിവെള്ളം, അതുപോലെ പരിസ്ഥിതിയും വനവും, ധനകാര്യം, ആരോഗ്യം, ഊർജം, ഗ്രാമവികസനം എന്ന് തുടങ്ങി ഏതാനും ചില ഫീൽഡിൽ നിന്നുള്ള വകുപ്പിലെ സെക്രട്ടറിമാരാണ് ഇതിലെ മറ്റംഗങ്ങളായിട്ട് വരിക. അപ്പം മറ്റ് പ്രാധാന്യമർഹിക്കുന്ന വിഭാഗങ്ങളുടെ സെക്രട്ടറിമാരാണ് ഇതിലെ അംഗങ്ങളായിട്ട് വരിക. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് മേധാവി കൂടി ഇതിലെ ഒരു അംഗമാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി ദേശീയ കാര്യനിർവഹണ സമിതി ദേശീയ അതോറിറ്റിയെ അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കുകയും ദേശീയ അതോറിറ്റിയുടെ നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഓർത്തു വെച്ചേക്കുക, എക്സിക്യൂഷൻ കമ്മിറ്റിയാണ് ചെയ്യുന്നത്, അത് ഗ്രൗണ്ട് ലെവലില് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യുന്നതും അത് എക്സിക്യൂഷൻ ചെയ്തെടുക്കുന്നതും ആരാണ്? എക്സിക്യൂഷൻ കമ്മിറ്റിയാണ്. അതിന്റെ ഹെഡ് ആരാണ്? കേന്ദ്ര സർക്കാരിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സെക്രട്ടറി ആയിരിക്കും. അപ്പൊ ആ വകുപ്പിന്റെ ചുമതലയുള്ള ഒരു സെക്രട്ടറി ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ. എന്നാൽ NDMA ചെയർപേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാലോ അതാരുമല്ല, പ്രധാനമന്ത്രിയാണ്. NDMA ചെയർപേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ്. അതുകൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 അംഗങ്ങൾ. അതിൽ ഒരാളെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് പ്രധാനമന്ത്രിക്ക് നിയമിക്കാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണം. അപ്പൊ ഇതൊരു ദുരന്തം ടോപ്പിക് തന്നെയാണ്. അപ്പൊ നിങ്ങളൊന്ന് സഹിച്ചിരിക്കുക കേട്ടോ. നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല, കുറച്ച് അധികം ഉണ്ട്, പറഞ്ഞു തീരാതെ നിവൃത്തിയില്ല. എനിക്ക് ഓടിച്ചിട്ട് പോകാനും പറ്റത്തില്ല, അങ്ങനെ ഒരു ടോപ്പിക് ആയിപ്പോയി. പക്ഷെ നമ്മൾ എടുത്ത ടോപ്പിക് നമ്മൾ തീർക്കണമല്ലോ. അപ്പൊ സംസ്ഥാനം ഒന്നുമില്ല, ഒന്ന് നാഷണൽ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിലെ പൊസിഷൻ ഒക്കെ ഒന്ന് മാറുന്നു എന്നുള്ളൂ. അവിടെ പ്രധാനമന്ത്രി ആകുമ്പോൾ ഇവിടെ ആരായി? മുഖ്യമന്ത്രിയായി. ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? 10 അംഗങ്ങളുണ്ട്. അപ്പോ ചെയർപേഴ്സണ് പരമാവധി 8 അംഗങ്ങളെ വരെ നാമനിർദ്ദേശം ചെയ്യാം. ചെയർപേഴ്സണ് പരമാവധി 8 അംഗങ്ങളെ വരെ നാമനിർദ്ദേശം ചെയ്യാം. പിന്നെ അതുകൂടാതെ ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർമാനായിട്ട് സംസ്ഥാന അതോറിറ്റിയുടെ
സംസ്ഥാന അതോറിറ്റിയുടെ സിഇഒ ആയിരിക്കും. അപ്പൊ ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എന്താ? സംസ്ഥാന അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂഷൻ ഓഫീസർ ആയിരിക്കും. അപ്പൊ കാര്യനിർവഹണ അതോറിറ്റി സ്റ്റേറ്റ് എക്സിക്യൂഷൻ കമ്മിറ്റി, അതാണ് കാര്യനിർവഹണ സമിതി എന്ന് പറയുന്നത്. കാര്യനിർവഹണ സമിതി ഇപ്പൊ നമ്മൾ പറഞ്ഞു NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പോളിസികളെല്ലാം എക്സിക്യൂഷൻ ചെയ്യുന്നതാണ് നാഷണൽ ഡിസാസ്റ്റർ എക്സിക്യൂഷൻ കമ്മിറ്റി, NDEC. അതുപോലെ സ്റ്റേറ്റ് എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ എന്താണ് പദ്ധതികളും പ്ലാനുകളും നടപ്പിലാക്കുവാനായിട്ട് അവരെ സഹായിക്കുന്ന എന്താണ് കമ്മിറ്റിയാണ് സ്റ്റേറ്റ് എക്സിക്യൂഷൻ കമ്മിറ്റി. ഓർത്തു വെച്ചേക്കുക. രണ്ടിന് താഴെയും ആണ് ഇത്. അതായത് നാഷണൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. ഇനി ഡിസ്ട്രിക്ട് ലെവലിലും കൂടി എന്തുണ്ട്? ഡിസ്ട്രിക്ട് എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനുകൾ എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നവരാണ് ഡിസ്ട്രിക്ട് എക്സിക്യൂഷൻ കമ്മിറ്റി. സ്റ്റേറ്റ് ലെവലിലുള്ളതിനെ എക്സിക്യൂഷൻ ചെയ്യുന്നതിനായിട്ട് സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ട്. ഇനി സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിനുള്ള നയങ്ങളും പദ്ധതികളും തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കായിരിക്കും? സംസ്ഥാന അതോറിറ്റിക്കായിരിക്കും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പൊ ഇതൊരു ഹൈറാർക്കിയാണ്. എങ്ങനെയത് ഹൈറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിരമിഡ് നമുക്ക് എടുക്കാം. ആ പിരമിഡിൽ എന്തുണ്ട്? ആദ്യം വരുന്നത് ഏറ്റവും ബേസ്, അതായത് നമുക്ക് എങ്ങനെയാ പവർ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തായിരിക്കും? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്ത്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. പിന്നീടാണ് എന്ത്? ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. സോ ഇതിന്റെ എല്ലാത്തിന്റെയും കീഴിൽ എന്തായിരിക്കും? എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. എക്സിക്യൂഷൻ കമ്മിറ്റികൾ ഓരോന്നിന്റെയും കീഴിൽ ഉണ്ടായിരിക്കും. ഇതിന്റെ ചെയർപേഴ്സൺ ആണ് എന്ത്? PM. ഇതിന്റെ ചെയർപേഴ്സൺ ആരാണെന്ത്? CM. ഇതിന്റെ ആരായിരിക്കും? കളക്ടർ ആയിരിക്കും. ഓക്കെ, കളക്ടർ അല്ലെങ്കിൽ എന്തായിരിക്കും? പ്രസിഡന്റ്, വൈസ് ചെയർപേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഓരോന്നിന്റെ കീഴിൽ എന്തുണ്ട്? എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ട്. ഓരോന്നിന്റെയും ചെയർപേഴ്സൺ ഉണ്ട്. ഇതിൽ അംഗങ്ങൾ എത്രയാണ്? 10. ഇതിൽ അംഗങ്ങൾ എത്രയാണ്? 10. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? ഇനി അത് തുടർന്ന് വരുന്ന മറ്റൊരു എക്സിക്യൂഷൻ കമ്മിറ്റിയാണ് എന്ത്? സ്റ്റേറ്റ് എക്സിക്യൂഷൻ കമ്മിറ്റി. സ്റ്റേറ്റ് ദുരന്ത നിവാരണ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി. കാര്യനിർവഹണ സമിതി എന്ന് പറയുമ്പോൾ എന്താണ്? ആ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? കാര്യനിർവഹണ സമിതി, എക്സിക്യൂഷൻ കമ്മിറ്റിയാണ്. സോ ആ കാര്യനിർവഹണ സമിതിയിൽ അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരാണ്. ഓർത്തു വെക്കുക, 5 പേരാണ്. അതിന്റെ ചെയർപേഴ്സൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആണ്. കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷനാണ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാര്? ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറി ആണ്. സംസ്ഥാനത്തിലെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ബ്യൂറോക്രാഫ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ ഹെഡാണ് ആര്? ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഹെഡാണ് ചീഫ് സെക്രട്ടറി. ആ ചീഫ് സെക്രട്ടറി ആണ് എന്ത്? സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർപേഴ്സൺ. അത് കൂടാതെ 4 അഡീഷണൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറിമാരോടെ ഉണ്ടായിരിക്കും. ഇദ്ദേഹത്തെ കൂടാതെ തന്നെ മറ്റ് വിവിധ വകുപ്പുകളുടെ 4 എന്തായിരിക്കും? സെക്രട്ടറിമാരോടെ, അഡീഷണൽ സെക്രട്ടറിമാരോടെ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരോടെ എവിടെ അംഗങ്ങളാണ്? സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ അംഗങ്ങളാണ്. ഓർത്തു വെച്ചേക്ക്, ഇതിലെ അംഗങ്ങളുടെ എണ്ണം 10 ആണ്. പക്ഷെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മൊത്തം അംഗങ്ങൾ എത്രയാണ്? 10 പേരാണ്. ഇതിലെ അംഗങ്ങൾ 5, മറ്റേതിൽ 10. എന്താണ്? ചെയർപേഴ്സണ് മാക്സിമം 8 പേരെ നാമനിർദ്ദേശം ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി സംസ്ഥാന പദ്ധതിയാണ്. സംസ്ഥാന പദ്ധതി എങ്ങനെയാണ്? ഓരോ സംസ്ഥാനവും അവരുടെ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കേരളം സംബന്ധിച്ച് ഭൂമി കുലുക്കം കേരളത്തിനെ സംബന്ധിച്ച് വളരെ കുറവാണ് ഉണ്ടായിരിക്കുക. എന്നാൽ നേരെ മറിച്ച് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഭൂമി കുലുക്കം വളരെ, എർത്തുകേക്കിന് വളരെയധികം ചാൻസ് ഉള്ള ഏരിയ ആണ് ഇത് ഉത്തരാഖണ്ഡ്. അപ്പൊ ഓരോ സംസ്ഥാനങ്ങളും അവിടെ നടക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ദുരന്തത്തെ മുൻകൂട്ടിയാണ് അവരുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യുക? പോളിസീസ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുക. റിസ്ക് റിഡക്ഷൻ മാനേജ്മെന്റ് പോളിസീസ്, അല്ലെങ്കിൽ ഒരു ദുരന്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ള പോളിസീസ് ആ സംസ്ഥാനത്തെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി തീരുമാനിക്കുന്നത് അവിടുത്തെ ഭൂപ്രകൃതിക്കും മറ്റ് ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ ഓരോ സംസ്ഥാനത്തിനും ഒരു ദുരന്ത നിവാരണ പദ്ധതി എന്തായിരിക്കും ഉണ്ടായിരിക്കണമെന്ന്
നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ത് ചെയ്യും, ഓരോ സ്റ്റേറ്റുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അപ്പൊ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ച് ഓരോ സംസ്ഥാനവും അവരുടെ സംസ്ഥാനത്തിന് ചേരുന്ന വിധത്തിലായിരിക്കും ഈ പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അത് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഒരു എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. അതിന്റെ ഹെഡ് ആരാണ്, ചീഫ് സെക്രട്ടറി ആണ്. അതുകൂടാതെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, 4 മെമ്പേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാണ്, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായിരിക്കും. അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇവരാണ് പിന്നീട് ഡിസ്ട്രിക്ട് ലെവലില്, അതായത് സ്റ്റേറ്റ് ആണ് പിന്നീട് ഡിസ്ട്രിക്ട് ലെവലിലുള്ള, ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിനും എന്താണ് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് പല പല കാരണങ്ങളായിരിക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റിന് ചിലപ്പോൾ എർത്ത് വേക്ക് പ്രോൺ ഏരിയ ആണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ് പ്രളയം വളരെയധികം വരുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ ഡിസ്ട്രിക്ട് അതോറിറ്റി അത് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു പ്രളയത്തിന്റെ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആരാണ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയിരിക്കും. ഇനി ദേശീയ അതോറിറ്റിയുടെ നിഷ്കർഷിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രാദേശിക അധികാരികളുമായിട്ടും ജില്ലാ അധികാരികളുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും കൂടിയാലോചിച്ചിട്ട് എന്ത് ചെയ്യും, സംസ്ഥാന പദ്ധതി തയ്യാറാക്കും. ഓർത്തു വെച്ചേക്കുക. അപ്പോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവിടുത്തെ എന്താണ്, പ്രാദേശിക അധികാരികളുമായിട്ടും ജില്ലാ അധികാരികളും ജനപ്രതിനിധികളുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പദ്ധതി പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുന്നുണ്ട്. സംസ്ഥാന പദ്ധതി അംഗീകരിക്കുന്നത് എന്താണ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. സംസ്ഥാന പദ്ധതി അംഗീകരിക്കുന്ന ആരാ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയിരിക്കും ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്നത്. ഓക്കെ, ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അല്ലെ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതെന്നാണ് ഫോം ചെയ്തതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് എന്ത്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫോം ചെയ്തത്. അത് എന്നാണ് നിലവിൽ വന്നത്, 2007 മെയ് 4-നാണ്. എന്നാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നാണ് ഫോം ചെയ്തത്, ഞാൻ ചോദിക്കുന്ന ആള് പറയാ, മഞ്ജുഷ പറഞ്ഞേ, മഞ്ജുഷ ഉണ്ടോ? അപ്പൊ പറ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നാ ഫോം ചെയ്തേ? എന്നാ ഫോം? 2005 ഓക്കെ, ഡേറ്റ് പറയാവോ? ഡിസംബർ 23. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ്. ഡിസംബർ 23-നാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫോം ചെയ്തത്. അപ്പൊ സ്റ്റേറ്റ് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ് നിങ്ങൾ 2 ഡേറ്റും പർട്ടിക്കുലർലി ഇത് മെൻഷൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതൊക്കെയാണ് PSC ചോദിക്കുള്ളൂ. നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ഇതൊക്കെ മതി, ഇത്ര ഡേറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ, ഞാൻ പറഞ്ഞു, റിവിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഒരു നോട്ടിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അതായിരിക്കണം മെയിൻ പോയിന്റുകളായിരിക്കും നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട. അല്ലാതെ ഇത് മൊത്തം വായിച്ച് നിങ്ങൾ റാങ്ക് ഫയൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ സുപ്രധാന നിയമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ PSC ചോദിക്കുന്ന കീവേഡ്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ് തരും, അല്ലെങ്കിൽ അതിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് തരും. ഇത്തരം സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് വരിക. അപ്പൊ നമ്മൾ ആ ചോദ്യകർത്താവ് എന്ത് ചോദിക്കുന്നു എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങോട്ട് പഠിക്കണം, എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ്. അല്ലാണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് വാരി വലിച്ചൊന്നും തരത്തില്ല. ഇവർ പ്ലാൻ ചെയ്യുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ഇവരുടെ ചുമതലകൾ എന്ത്, അതൊന്നും ചോദിക്കത്തില്ല. സ്റ്റേറ്റിന്റെ അതൊക്കെ റെയർ ആണ്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് എന്ന് ഫോം ചെയ്തു, ആരാണ് ഇതിന്റെ അതോറിറ്റി, എത്ര പേരുണ്ട്, എന്നാണ് ഇതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻ എന്നുള്ള കാര്യങ്ങൾ, മെയിൻ പോയിന്റുകൾ മാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യുക. അതേ ചോദിക്കത്തുള്ളൂ. അപ്പൊ സുപ്രധാന നിയമങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം ആയിട്ടുള്ള ഒരു 8 or 10 പോയിന്റ് ഓരോ നിയമത്തിനുണ്ടായിരിക്കും. അതാണ് നമ്മൾ പിടിക്കേണ്ടത്, അതിലാണ് നമ്മൾ പിടുത്തം വരേണ്ടത്. അല്ലാണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുക, റിവിഷൻ ചെയ്യുക. പിന്നെ സ്റ്റേറ്റ്മെന്റിൽ ഇത് മാറി മറിച്ച് ചോദിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കറക്റ്റ് പോയിന്റ് പഠിക്കുക, വേണ്ടത് തിരഞ്ഞെടുത്ത് നമുക്ക് ആ രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നിലേക്ക് പോകണം. അപ്പൊ ഇത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാണ് ഇത് ഫോം ചെയ്തത്,
2007 മെയ് 4-നാണ് ഫോം ചെയ്തത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഓർക്കുക. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു ഇതിന് അംഗങ്ങൾ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. ഇനി അതിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞേക്കണേ. ചെയർമാൻ അവിടെ പ്രധാനമന്ത്രി ആവുമ്പോൾ ഇവിടെ ആരാണ്? മുഖ്യമന്ത്രിയാണ്. പിന്നെ ഒരു വ്യത്യാസം ഉള്ളത് ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാ? ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാ? ഓർത്ത് വെച്ചേക്കാം. മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ ഇന്ത്യയിലെയും കേരളത്തിലെയും പഠിച്ചു വെക്കുക. പറ്റിയ അത്യാവശ്യം ചില ഗവർണർമാര് റീസെന്റ് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഗവർണർമാരെ പഠിച്ചു വെക്കണം. ചോദിക്കാം, കറണ്ട് അഫയേഴ്സിന് 10-20 മാർക്ക് ഉള്ളതാണ്. ഇനി ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് എന്താ? റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. റവന്യൂയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും എന്ത്? ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. അപ്പൊ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി ആയിരിക്കും. അതിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ മന്ത്രിമാർക്കും അതിൻ്റെതായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഒറ്റ ചീഫ് സെക്രട്ടറി ആണ് ഒരു സംസ്ഥാനത്ത് ഉണ്ടാവുള്ളൂ. അത് കൂടാതെ ഓരോ മന്ത്രിക്കും അവരുടെ അതായിട്ടുള്ള ആ വകുപ്പിന്റെ കീഴിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുണ്ടായിരിക്കും. അത്തരത്തില് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് എന്തിന്റെ? കൺവീനറിന്റെ ചുമതലയുള്ളത്. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ആര് വരും? അദ്ദേഹമാണെന്ത്? സംസ്ഥാന ചീഫ് സെക്രട്ടറി. സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കൺവീനർ റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഓർത്തു വെച്ചേക്കുക. ഇനി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വകുപ്പ് മേധാവി എന്ന് പറയുന്നത് ആരാണ്? റവന്യൂ ആൻഡ് ദുരന്ത നിവാരണത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. അപ്പോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വകുപ്പ് മേധാവി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആള് കൺവീനർ തന്നെയാണ്. സ്റ്റേറ്റ് റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെയാണ്. കൺവീനർ തന്നെയാണ് ഇതിന്റെ വകുപ്പ് മേധാവിയായിട്ടും വരിക എന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി നമ്മുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആപ്തവാക്യം ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആപ്തവാക്യം എന്താണ്? ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ടുവാർഡ്സ് എ സേഫർ, സുരക്ഷിതമായിട്ടുള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ സുരക്ഷാ യാനം എന്നാണ് ഇതിന്റെ ആപ്തവാക്യം. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നാണ് ഇതിന്റെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒന്നോടെ പറയാം, ഫോം ചെയ്തത് 2007 മെയ് 4-നാണ്. അംഗങ്ങള് പരമാവധി 10 അംഗങ്ങളാണ്. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് 8 അംഗങ്ങളെ വരെ നാമനിർദ്ദേശം ചെയ്യാം. അപ്പോ റവന്യൂ മന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ വരുന്നത്. കൺവീനർ ആൻഡ് വകുപ്പ് മേധാവി ആരാണ്? റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ കൺവീനറും. അതുപോലെ തന്നെ SDMA വകുപ്പ് മേധാവിയും വരിക. എന്നാൽ CEO ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ CEO ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. അപ്പൊ ഓർക്കുക, ഇതിന്റെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നത് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഇത്തരത്തില് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് യോഗം കൂടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇതിന്റെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതൊക്കെ ആരാണ്? ഇദ്ദേഹമാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ? ഉണ്ടോ? ടൈം ചെയ്യാൻ പോവാ സാറിന്റെ ക്ലാസ്സിന്റെ. ഏതാ പ്രശ്നം? എങ്ങനെയാണ് ലങ്കീഷേ? ക്ലാസ് എടുക്കാൻ പ്രോബ്ലം. വോയിസ് ക്ലിയർ അല്ല. എന്തോ റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞെന്ന് ആരെങ്കിലും കേട്ടോ? ടൈം പോവാന്ന് എന്തോ പറഞ്ഞു. ടൈം പോവാണെന്നോ? നമുക്ക് സ്പീഡ് കൂട്ടിയേക്കാം. ഓക്കെ. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഇത് റിവിഷൻ ചെയ്യാണ്ട് നിങ്ങളെ തലയിൽ ഇരിക്കില്ല കേട്ടോ. അങ്ങനെയല്ല പറഞ്ഞത്. സാറിന്റെ ക്ലാസ്സിൽ കയറിയാല് സമയം പോണത് അറിയേയില്ല. അയ്യോ, ഞാൻ ടൈം പോകുന്നു മാത്രമേ കേട്ടുള്ളൂ കേട്ടോ.
അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു ആ ആ പോകുന്നു, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർക്കാം. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങള്, ഓക്കെ, അങ്ങനെ അങ്ങനെ അങ്ങ് എടുക്കാം. പോട്ടെ. അപ്പോ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ചെയർമാൻ ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ, നമ്മൾ ഒന്നോടെ പറയുന്നു എന്നുള്ളൂ. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, റവന്യൂ മന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. പിന്നീട് വരുന്ന എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൃഷിമന്ത്രി, പിന്നെ ഒന്നാണ് ചീഫ് സെക്രട്ടറി, അദ്ദേഹമാണ് ആര്, സിഇഒ, ചീഫ് സെക്രട്ടറി. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. പിന്നെ എന്തുണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ, അദ്ദേഹമാണ് കൺവീനർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞുള്ളൂ, കൺവീനർ ആരാണ്, റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് റവന്യൂ. പിന്നെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി, അയാളാണ് ആര്, മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി ആയിട്ടിരിക്കുന്ന ആളാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരിക. അപ്പൊ മൊത്തം എത്ര അംഗങ്ങൾ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ 7 പേരാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേര്. 1 മുഖ്യമന്ത്രി, 2 റവന്യൂ മന്ത്രി, 3 കൃഷിമന്ത്രി. മന്ത്രിമാര് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഏതൊക്കെ മന്ത്രിയാണ്, ഏതൊക്കെ മന്ത്രിക്ക് അല്ലെങ്കിൽ ഇവിടെ കാര്യമുള്ളൂ, മുഖ്യമന്ത്രിക്ക്, റവന്യൂ മന്ത്രിക്ക്, കൃഷിമന്ത്രി. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി. വേറൊരു മന്ത്രിക്കും ഇവിടെ റോളിൽ വെച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറയാം, എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്റെ മൈക്ക് ഓണായി കിടക്കായിരുന്നതാ, സോറി. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് സംശയം ചോദിച്ചിട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ 3 മന്ത്രിമാരാണ്, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, മുഖ്യമന്ത്രി. മന്ത്രിമാരുടെ കാര്യം കഴിഞ്ഞു. പിന്നെ 4 സെക്രട്ടറിമാരുണ്ട്. ആ സെക്രട്ടറിമാരിൽ ഒരാൾ ആരാണ്, ചീഫാണ്, ചീഫ് സെക്രട്ടറി ആണ്. അയാളാണ് എന്ത്, സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പിന്നെ വരുന്ന നമ്മൾ പറഞ്ഞു കൺവീനർ, റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് കൺവീനർ. ഓക്കെ, ഇനി മറ്റ് 2 സെക്രട്ടറിമാർ ആരൊക്കെയാണ്, ഒന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഹോം മിനിസ്റ്റർ, അതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് മറ്റൊരു എക്സ് ഒഫീഷ്യോ അംഗമായിട്ട് വരുന്നതും. പിന്നെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി. അപ്പൊ ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? 3 മന്ത്രിമാര്, 4 സെക്രട്ടറിമാര്, അതിൽ 4 സെക്രട്ടറിയില് ഒരാള് ചീഫ് സെക്രട്ടറി, മറ്റേയാള് റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി, അയാളാണ് എന്താ കൺവീനർ, മറ്റേയാള് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പിന്നീട് വരുന്ന 2 സെക്രട്ടറിമാരാണ് ആരൊക്കെ, ഒന്ന് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെയും പിന്നെ ഒന്ന് ആഭ്യന്തര വകുപ്പിന്റെയും ചീഫ് സെക്രട്ടറി. മറന്നുപോകില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മളെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുക. ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം. എവിടെയാണ്, തിരുവനന്തപുരത്തുള്ള വികാസ് ഭവനിലാണ്, ഒബ്സർവേറ്ററി ഹിൽസിലാണ് ഇതിന്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേറ്ററി ഹിൽസ്, വികാസ് ഭവൻ. നമ്മുടെ PSCയുടെ ആസ്ഥാനം എന്താ, കേരള സ്റ്റേറ്റ് തുളസി ഹിൽസ് പട്ടം. തുളസി ഹിൽസ് എന്നാണ്, തുളസി ഹിൽസ്. അത് ഓർത്ത്, ഇവിടെ ഒരു ഹിൽസ് ഉണ്ട്, ഒബ്സർവേറ്ററി ഹിൽസ് ആണ്, ഇത് തുളസി ഹിൽസ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോ തുളസി ഹിൽസ് ചിലപ്പോ ഓപ്ഷൻ ബി ആയിട്ട് ചിലപ്പോ തുളസി ഹിൽസ് ചോദിക്കും, മറന്നുകൊണ്ടിരിക്കുക. ഓപ്ഷൻ ബി തുളസി ഹിൽസ് എന്താണ്, കേരള PSCയുടെ ആസ്ഥാനമാണ്, പട്ടത്തുള്ള. ഓക്കെ, ഇനി കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് എന്നാണ്. അപ്പൊ കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010. അപ്പൊ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫോം ചെയ്തത് എന്നാണ്, 2007 മെയ് 4. പക്ഷെ ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 ഓർത്ത് വെച്ചേക്കുക. ഇനി ദുരന്ത സാഹചര്യത്തിൽ പൊതു ഏകോപനത്തിന്റെയും ദുരിതാശ്വാസത്തിന്റെയും ചുമതല വകുക്കുന്ന വകുപ്പ്. അപ്പൊ ദുരന്തം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തില് പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേഷൻ ചെയ്യുകയും പിന്നെ ആ ദുരന്തത്തിന്റെ ആശ്വാസം എന്നോണം വേണ്ട ഫുഡുകൾ എത്തിക്കുക, ഷെൽട്ടർ എത്തിക്കുക, ഭക്ഷണ സാമഗ്രികളും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ചുമതലയെല്ലാം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിനാണ്. ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിനാണ് ഇതിന്റെ ചുമതല. അത് ഓർത്തു വെച്ചേക്കുക. അപ്പോ ദുരന്ത സാഹചര്യത്തിൽ
പൊതുവായിട്ടുള്ള ഒരു ഏകോപനത്തിന്റെയും ദുരിതാശ്വാസത്തിന്റെയും ചുമതല വഹിക്കുന്നത് ഏത് വകുപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പാണ്. ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. കോർഡിനേഷൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും മെയിൻ ആയിട്ട് ഇതിന്റെ കോർഡിനേഷൻ നടത്തുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ വകുപ്പാണെന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഓരോ സ്റ്റേറ്റും ആണ് അത് നിശ്ചയിക്കുന്നത്, അല്ലാണ്ട് അത് സെന്റർ അല്ല. സെന്റർ മാർഗനിർദ്ദേശങ്ങളെ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഏതൊക്കെ ദുരന്തങ്ങളാണ് എന്താണ് നമ്മളെ പ്രധാനമായിട്ടും ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇത് ഓർത്തു വെച്ചേക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പെടാത്തത് ചിലപ്പോൾ തന്നിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് PSC ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ദുരന്തങ്ങളാണെന്ത്, ഇടിമിന്നൽ, അതായത് ലൈറ്റ്നിങ്, ഇടിമിന്നൽ, കടൽക്ഷോഭം, പിന്നെ ശക്തമായിട്ടുള്ള കാറ്റ്, മണ്ണൊലിപ്പ്, തീരശോഷണം, സൂര്യാഘാതം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, എർത്തുകൈക്കൊന്നും വലിയ പ്രശ്നമല്ല. കാരണം നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് ആണ്. ഏത് ഉപദ്വീപീയ ഇന്ത്യൻ ഉപദ്വീപിന്റെ പാർട്ടിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി തന്നെ ഏറ്റവും പഴക്കം ചെന്നതും സ്റ്റേബിളും ആയിട്ടുള്ള ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയാണ്. ആ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഇവിടെ അതിന്റെയൊക്കെ പാർട്ടായിട്ട് വരുന്നതാണ് കേരളം. അപ്പൊ അവരെ സംബന്ധിച്ച് അവിടെ ഒരു എർത്തുകേക്ക് പ്രോൺ ഏരിയ അല്ല. എന്നാൽ നേരെ മറിച്ച് ഈ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹിമാലയത്തിന്റെയൊക്കെ ഈ ശിവാലിക്കിന്റെ ഔട്ടർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കരമായിട്ട് എർത്തുകേക്ക് പ്രളയങ്ങൾക്കൊക്കെ ചാൻസ് ഉള്ളു. കാരണം നദികളൊക്കെ ഇതിനെ കവർ ചെയ്ത്, അതായത് ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇതിനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാന ദുരന്തം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതൊക്കെയാണ്, ഇടിമിന്നല്, കടൽക്ഷോഭം, ശക്തമായിട്ടുള്ള കാറ്റ് വരാൻ കാരണം നമുക്കറിയാം, ഈ വിൻഡ് അല്ലെ, നമ്മള് കടലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തിരിക്കുന്ന പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെർട്ടൻ എന്താണ് വിൻഡുകൾ കാലാവസ്ഥക്ക് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചില സൈക്ലോൺസ് എന്ത് ചെയ്യാം, നമ്മുടെ തീരത്തും വന്ന് ചേരാം. അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ചെന്നൈ തുറമുഖത്തൊക്കെ രണ്ട് എന്താണ് കൊടുങ്കാറ്റുകളൊക്കെ വന്നു ചേരുന്നുണ്ട്. അപ്പൊ നമുക്കും വരാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ശക്തമായിട്ടുള്ള കാറ്റ്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഇതുവരെയൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അതും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മണ്ണൊലിപ്പ്, അത് നമുക്ക് എപ്പോഴും വരുന്നതാണ് അല്ലെ. കാരണം മലനാടാണ്, നമുക്ക് കേരളത്തെ സംബന്ധിച്ച് മലനാടാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തീരശോഷണം അല്ലെ. എപ്പോഴും ന്യൂസിൽ വാർത്തയുള്ളൂ, ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഈ എന്താണ് മറ്റ് കല്ലുകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അവരുടെ തീരം കടല് കരകയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും അല്ലെ. അതും എന്താണ്, തീരശോഷണവും നമ്മളൊരു സംസ്ഥാന ദുരന്തമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യാഘാതം ഇപ്പൊ അറിയാലോ, വർദ്ധിച്ചു വരുന്ന ഓരോ കൊല്ലം കഴിയുന്തോറും നമുക്ക് ഭൂമിയുടെ എന്താണ് താപനില വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെയാണ്. ചൂട് കൂടി വരികയാണ്. നോട്ട്സ് ഓൺ കൺട്രി എന്നുള്ള പേരൊക്കെ മാറ്റാൻ സമയമായി അല്ലെ. ഹോട്ട് ഓൺ കൺട്രി എന്നെല്ലാം ഇടാം അല്ലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഇപ്പൊ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഈ ഒരു 6 നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇടിമിന്നല്, കടൽക്ഷോഭം, ശക്തമായിട്ടുള്ള കാറ്റ്, മണ്ണൊലിപ്പ്, തീരശോഷണം ആൻഡ് സൂര്യാഘാതം. ഇനി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴില് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. അപ്പൊ നാഷണൽ തലത്തിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ ആരുണ്ടായിരുന്നു? നാഷണൽ എന്താണ് എക്സിക്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംസ്ഥാന സ്റ്റേറ്റ് എക്സിക്യൂഷൻ കമ്മിറ്റി. അപ്പൊ അത് SDMA കീഴിലാണ്. ഇനി ഇതുവരെ ക്ലിയർ ആണല്ലോ. അപ്പൊ നാഷണലും കഴിഞ്ഞു, സ്റ്റേറ്റും കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതോ എല്ലാവരും ഉറങ്ങുവാണോ? ഓക്കെ. ഇന്ന് ഇവര് സുചിത്രയും ഇവരൊക്കെ എന്താണ് ആ ഒരു ടോപ്പിക് കവർ ചെയ്തു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇടുമ്പോൾ മറ്റുള്ളവര് ഇതിൽ കയറിയിട്ടുള്ളവര് കഴിവതും നിങ്ങൾ പണിയാണെങ്കിൽ കൂടി ആ എന്താണ് ടെലഗ്രാം ഒന്ന് ഓൺ ചെയ്ത് വച്ചേക്കുക. കുറച്ചുപേര് പഠിക്കാൻ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്കൊരു ഉത്സാഹം വരും.
അവർ പറയണമെങ്കിൽ കേട്ടോണ്ടിരിക്കുക. ഒരു തവണ കേട്ട് നമ്മൾ പറഞ്ഞു നമുക്കൊരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഒരാൾ ഒരു സംഗതി ഒരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ചൊരു ഒരു എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഉണ്ടായിരിക്കും. അതെങ്ങനെയെങ്കിലും നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കഴിവതും കമ്പയർ സ്റ്റഡി ക്ലാസ്സിൽ നിങ്ങൾ ടീം വർക്കായിട്ട് ചെയ്തു പോവുക. അല്ലാണ്ട് ഈഗോയോ ഞാൻ തന്നെ വായിച്ചെടുക്കുന്നോ അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പറ്റുന്നത്ര സമയം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പൊ ഏറ്റവും താഴെ തട്ടില് ഇംപ്ലിമെന്റേഷൻ കൂടുതലുള്ളൂ അല്ലെ. മുകളിലുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി? ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. നടപ്പിലാക്കുന്നതും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ടീമുകൾ എവിടെയാണ്? അവരുണ്ട്, അവരില്ല എന്നല്ല. ഏറ്റവും താഴത്ത് എക്സിക്യൂഷൻ ലെവലിൽ വരുന്നതാണ് എന്ത്? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പൊ ഇതിലെ അംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതോടെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ അല്ലെങ്കിൽ ബോറടിക്കും. ഇത് മുറിച്ച് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ്സിന് വേണ്ടാന്ന് തന്നെ പറയും. അപ്പൊ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പേരാണ് കേട്ടോ. മറ്റ് രണ്ടിലും 10 ആയിരുന്നു. ഇതിൽ വരുമ്പോൾ ഇച്ചിരി കുറവുണ്ട്. 8 പേരുള്ളൂ. അപ്പൊ ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 1+7 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് എന്ത്? 8 അംഗങ്ങൾ. ഇതിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കാം? കളക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം? ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കാം. അപ്പോൾ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ കളക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കാം. ഓക്കെ. ഇനി സഹ അധ്യക്ഷൻ. അപ്പോൾ കോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. സഹ ചെയർപേഴ്സൺ അല്ലെങ്കിൽ സഹ അധ്യക്ഷൻ ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ആയിരിക്കും. അപ്പോൾ ചെയർപേഴ്സൺ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും. എസ് പി റാങ്കിലാണ്. അത് കമ്മീഷണർമാര് സിറ്റിക്കുള്ളിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അത് എസ് പി റാങ്കിലായിരിക്കും വരിക. ഓക്കെ. ഇനി ജില്ലാ അതോറിറ്റിയുടെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ കളക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കും, അതും അല്ലെങ്കിൽ എന്താണ്? അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും. ഇവരുടെ തൊട്ട് താഴെ വരുന്ന ആളുകളായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് വരിക. ഓർത്തു വെച്ചേക്കുക. ഈ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒന്നും കൂടി ഓർത്തു വെച്ചേക്കുക. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ആയിരിക്കും ഒന്നും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുള്ളൂ. PSC ഇതിൽ നിന്ന് അങ്ങെടുത്തിട്ട് ചോദിക്കും. ഇനി മറ്റ് അംഗങ്ങൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സൂപ്രണ്ടന്റ്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2-ൽ കുറയാത്ത ജില്ലാതല ഓഫീസർമാരും എന്തുണ്ട്? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളാണ്. ഓർത്തു വെച്ചേക്കുക. അപ്പോ സഹാധ്യക്ഷനുണ്ട്, ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെ ജില്ലാ അതോറിറ്റിയുടെ സിഇഒ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ പോലീസ് സൂപ്രണ്ടന്റ്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാര്, പിന്നെ മറ്റ് 2 കുറയാത്ത ജില്ലാതല ഓഫീസർമാരുണ്ട്. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2-ൽ കുറയാത്ത ജില്ലാതല ഓഫീസർമാരുണ്ടായിരിക്കും. ജില്ലാതല ഓഫീസർമാർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വകുപ്പിന്റേതായിട്ടുള്ള ഹെഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗസറ്റഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥരോ ആയിരിക്കും. അത് എന്താണ്? ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത്. ഗവൺമെന്റ് ആണ് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ? ആണോ? ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. 20 പേരായല്ലോ. ഇതോടെ പറഞ്ഞിട്ട് നിർത്താവേ. നോക്കട്ടെ. കാര്യനിർവഹണ വിഭാഗം നമുക്ക് അടുത്തതിൽ എടുക്കാം. ഇതങ്ങ് തീർത്തിട്ട് പോവാം. ഇപ്പൊ തന്നെ നിർത്താം. ഓക്കെ. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ സേനയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സേന കൂടി അങ്ങ് എടുത്തിട്ട് പോവാം. SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. ഇപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ടിരിക്കുന്ന ഏതാനും ചില ഫോഴ്സിനെയാണ്, അതല്ലെങ്കിൽ ആൾക്കാരാണെന്ത്? ദുരന്ത നിവാരണ സേന എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം പാണ്ടിക്കാടാണ്. മലപ്പുറത്തുള്ള പാണ്ടിക്കാടാണ് എന്ത്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആസ്ഥാനം. മേധാവി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ മേധാവി എന്ന് പറയുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ മേധാവി. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ നയിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്, SP ആണ്. അവിടുത്തെ SP ആയിരിക്കും ഈ ഒരു സേനയെ നയിക്കുന്നത്. അംഗസംഖ്യ എത്ര പേരാന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരാണ്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലെ അംഗങ്ങളുടെ എണ്ണം 100 പേരാണ്. ഇനി ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവയാണ് ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ പ്രധാന പ്രവർത്തന മേഖല.
അപ്പൊ ഒന്നുകൂടെ പറയാം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുമ്പോൾ അംഗങ്ങൾ 8 പേരാണ്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കളക്ടറോ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ ആയിരിക്കും. ഇനി സഹ അധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രതിനിധി, അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അതുകൂടാതെ ഇതിന്റെ സിഇഒ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒന്നല്ലെങ്കിൽ അഡീഷണൽ കളക്ടർ, അല്ലെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും. അതുകൂടാതെ ഇതിലെ അംഗങ്ങളാണ് ആരൊക്കെ? പോലീസ് സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും. ഇനി അതുകൂടാതെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2 കുറയാത്ത അംഗങ്ങളും ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പറഞ്ഞു. ആസ്ഥാനം പാണ്ടിക്കാടാണ്. മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. പിന്നെ ഇതിന്റെ ആരാണ് ഇതിനെ നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സേനയെ നയിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്. അംഗസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ 100 പേരാണ്. പ്രധാന പ്രവർത്തന മേഖല തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂര്, കണ്ണൂര്. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? അപ്പൊ ഇന്നതുപോലെ ഇനി ഞാൻ വലിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ എന്നോട് ഇറങ്ങി പോകാൻ പറയും അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പഠിക്കാനായിട്ട്, സുപ്രധാന നിയമങ്ങൾ പഠിക്കാനായിട്ട് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഒരു 2-3 തവണ വായിക്കുക. പിന്നെ നിങ്ങൾ ഒരു 3 തവണ വായിച്ചതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ പോയിന്റും അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കും. അത് നമുക്ക് ആവശ്യമില്ല. എത്ര ഡേറ്റുകള്, എത്ര അംഗങ്ങളുണ്ട്, എന്ന് നിലവിൽ വന്നു, അതിന്റെ കീ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ നിയമം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നോട്ട് ഉണ്ടാക്കുക കേട്ടോ. എന്താണ് ചിത്രം? ഈ നോട്ട് ഇട്ടിട്ടില്ലല്ലോ സാറ്? നോട്ട് ഇട്ടിട്ടില്ല. നോട്ട് ഞാൻ ഇടണോ? ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.